നമുക്കൊന്ന് കോഴി കൊണ്ട് നല്ല അടിപൊളിയൊരു സാധനം ഉണ്ടാക്കാം. എല്ലാവരും കോഴി ബിരിയാണി ഉണ്ടാക്കും, കോഴി പൊരിച്ചെടുക്കും, കോഴി ഫ്രൈ ഉണ്ടാക്കും. ഇന്ന് നമുക്ക് കോഴി നിറച്ചത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കിലോ കോഴിയാണ് കേട്ടോ. ഞാനിപ്പോൾ ആ കോഴീനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഈ വരഞ്ഞാലാണ് മസാലയൊക്കെ ഇറച്ചിയിൽ നല്ലതുപോലെ പിടിക്കുള്ളൂ കേട്ടോ. അതിനാണ് ഈ വരയുന്നത്. ഇനി ഇത് ഇവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് ഇത് മസാല പുരട്ടിയെടുക്കണം. അതിനുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കാം. നമുക്ക് ലേശം പുതിനയില ഇട്ട് കൊടുക്കാം. പുതിനയില ഒരു 5-6 എണ്ണം ഇട്ടാൽ മതി. ഇനിയിപ്പോൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിർബന്ധമില്ല. ഒരു 10 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കുടം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 2 ഇഞ്ച് വലിപ്പത്തിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് കീറിയത്. ഇനി നമുക്കിതിൽ 2 ടേബിൾ സ്പൂൺ കാശ്മീർ മുളക് പൊടി ഇടാം. ഇനി എരിവ് വേണമെങ്കിൽ സാധാ മുളക് പൊടിയും ഇടാം കേട്ടോ. നമ്മളിതിൽ കളർ ചേർക്കില്ല കേട്ടോ, അതുകൊണ്ടാണ് കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കിര മസാല ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ജീരകം ഉണ്ടെങ്കിൽ ജീരകം ഇട്ടാൽ മതി. നമുക്കിതിൽ 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുമ്പോൾ ലേശം പുളിയുള്ള തൈര് വേണം ഒഴിച്ചു കൊടുക്കാൻ. പുളിയൊക്കെ നോക്കിയിട്ട് വേണം, അതിനനുസരിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതിൽ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് മൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. ഇത് കണ്ടില്ലേ, ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. കണ്ടില്ലേ, നല്ല അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറേച്ചായിട്ട് ഇറച്ചിയുടെ മേലെ എങ്ങനെ വാരി ഇതിൽ തേച്ച് കൊടുക്കാം. നന്നായിട്ട് പിടിക്കട്ടെ. കണ്ടില്ലേ, ഇറച്ചിക്ക് കളർ വേണ്ടവർക്ക് ഇച്ചിരി കളർ പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ല. ഞങ്ങളിതിലേക്ക് കളർ പൊടിയൊന്നും ഇടുന്നില്ല. ഈ ഇറച്ചി നമ്മൾ വരിഞ്ഞല്ലോ, അതിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ മസാല നന്നായിട്ട് പിടിക്കട്ടെ. ഇത് നമുക്കിനി ഇതൊരു 3 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ അടിയിൽ വെച്ചിട്ട് എടുക്കാം. അങ്ങനെ നമ്മൾ കോഴി മസാല പുരട്ടി വെച്ചിട്ട് 3 മണിക്കൂർ ആവാൻ പോണ്. ഇനി 3 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് നമുക്ക് അത് നിറയ്ക്കാനുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിൽ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമുക്കിതിലിനി 1 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. നമ്മുടെ ഉള്ളി ഇതേപോലെ ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. നമുക്കിനി ഇതിൽ 1 ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഇനി ഒന്ന് മാറട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ മസാലകൾ ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിൽ 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കിര മസാല 1/4 ടീസ്പൂണ്. ഇനി നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിൽ നമുക്കിനി ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം.
ഇനി മല്ലിയിലയും കൂടി ഒന്ന് വാടി വരട്ടെ. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിടാൻ മറന്നു പോയതാ. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു 4 കോഴിമുട്ട ഇട്ടിട്ടും കൂടി മിക്സാക്കി എടുക്കാം. പുഴുങ്ങി വെച്ച കോഴിമുട്ട കേട്ടോ മക്കളെ. കോഴിമുട്ട ഇളക്കുമ്പോൾ പൊട്ടരുത് കേട്ടോ. പതുക്കെ നോക്കി സൂക്ഷിച്ച് ഇളക്കുക. ഇനിയിപ്പോൾ കോഴിമുട്ടയും മസാലയൊക്കെ മിക്സായിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഇറക്കി വെക്കാം. ഇനി നമുക്ക് മസാല പുരട്ടി വെച്ച നമ്മുടെ കോഴിയുടെ വയറൊക്കെ മസാല കുത്തി നിറച്ചെടുക്കാം. ഇനി നമുക്ക് ഈ കോഴിയുടെ ഉള്ളിൽ ഒരു മുട്ട നമുക്ക് ആദ്യം വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് മസാല വെച്ച് കൊടുക്കാം. ഇനി അടുത്തതും കൂടി ഒരു മുട്ട വെച്ച് കൊടുക്കാം. കൊള്ളില്ലാതെ തോന്നുന്നുണ്ട് 4 എണ്ണം. പിന്നെ ഇച്ചിരി മസാല വെച്ച് കൊടുക്കാം. പിന്നെ നമുക്കൊരു മുട്ട വെച്ച് കൊടുക്കാം. ഞാൻ 4 മുട്ട എടുത്തിട്ടോ മക്കളെ. അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റിയത് 3 എണ്ണമാണ്. ഇപ്പം 3 കോഴിമുട്ട ഇതിൻ്റെ ഉള്ളിൽ മസാലയും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കണ്ടില്ലേ, ഇതൊന്ന് മൂടിയെടുക്കണ്ടേ. അതുകൊണ്ട് നമുക്കൊന്ന് അടിപൊളിയായിട്ട് സൂചി നൂലും കൊണ്ട് തുന്നി പിടിപ്പിക്കാം. ഇതിങ്ങനെ തുന്നി പിടിപ്പിക്കുന്നതാണ് നല്ലത് കേട്ടോ. അതില്ലെങ്കിൽ മറ്റേ സ്റ്റിക്കെല്ലാം വെച്ച് നമ്മൾ കുത്തി വെക്കുകയാണെങ്കിൽ ഈ ഇറച്ചി വേകുമ്പോൾ പൊട്ടിപ്പോവും. ഇതിങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ പൊട്ടൊന്നും ചെയ്യാതെ കുറച്ച് കയറ്റി തുന്നിയാൽ മതി. അപ്പോൾ പിന്നെ പൊട്ടത്തൊന്നുമില്ല കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ തുന്നിയ. നമുക്കിനി കാല് രണ്ടും കൂടി കൂട്ടി കെട്ടാം. കണ്ടില്ലേ മക്കളെ, നമ്മുടെ കോഴിയൊക്കെ നന്നായിട്ട് കെട്ടി പൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാകുമ്പോൾ എണ്ണിച്ചു ഓടില്ല കേട്ടോ. നമ്മുടെ കോഴിയുടെ വയറൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് മസാലയും കോഴിമുട്ടയൊക്കെ ആയിട്ട്. ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിതൊരു കുക്കറിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. നമുക്കിനി ഇത് കുക്കറിലേക്ക് തൂക്കി വെക്കാം. കോഴി നന്നായിട്ട് ഇരുന്നു കുക്കറിൽ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 വിസിൽ വരെ വേവിക്കാം. നമ്മളിത് കത്തിക്കുന്നത് മീഡിയം തീ വെച്ച് 2 വിസിൽ വരുന്നവരെയാണ് കത്തിക്കുന്നത് കേട്ടോ മക്കളെ. ഇനി അത് നമുക്ക് തുറന്ന് നോക്കാം. അയ്യവ എന്താ മണം! ഘമ ഘമാന്ന് വരുന്നു മണം. ഇത് എടുക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിപ്പോവുള്ളു. നമ്മളിത് വെച്ചത് വെള്ളം ഒന്നും ഇല്ലാതെയാണ് വെച്ചത് കേട്ടോ. എന്നിട്ട് കണ്ടില്ല അതിൻ്റെ വെള്ളം, ഇത്രയും വെള്ളം വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിൽ ഒഴിച്ചെടുക്കാം. ഇനി നമ്മുടെ കോഴിനൊന്ന് പൊരിച്ചെടുക്കണം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് പൊരിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ് ഭംഗിക്ക് വേണ്ടി വെക്കാനാണ് കേട്ടോ. അണ്ടിപ്പരിപ്പ് നിർബന്ധമൊന്നുമില്ല, വേണ്ടവർ ഇട്ടാൽ മതി. നമ്മുടെ അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് പൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. കുറച്ച് ഉള്ളിയും കൂടി നമുക്കിതിൽ പൊരിച്ചെടുക്കാം. ബിരിയാണിക്കൊക്കെ നമ്മൾ പൊരിച്ചെടുക്കുമല്ലോ, അതേപോലെ പൊരിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ഉള്ളി പൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. ഈ എണ്ണയിൽ തന്നെ നമ്മൾ വേവിച്ച് വെച്ച കോഴീനെ എടുത്തിടാം. കൈ നോക്കി വേണം ഇടാൻ കേട്ടോ. ഇടട്ടെ. ഇനി നമുക്ക് നമ്മുടെ ചിക്കന് തിരിച്ചിട്ട് കൊടുക്കാം. മറു സൈഡും കൂടി ഇതേപോലെ പൊരിയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ മക്കളെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ.
എണ്ണ തെറിക്കാതെ പതുക്കെ നോക്കി വേണം ഇട്ട് കൊടുക്കാൻ. ഇനി ഈ സൈഡും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇപ്പുറത്ത് ഇതേപോലെ മുരിഞ്ഞു വരട്ടെ. ഇനി നമുക്ക് ഈ സൈഡ് ഒന്ന് മറിച്ചിടാം. ഇങ്ങനെ വെക്കാം. ഇങ്ങനെയും കൂടി ഒന്ന് മുരിയട്ടെ. അങ്ങനെ നമ്മൾ 4 സൈഡും പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. അയ്യോ, ഞാൻ പാത്രത്തിലെടുത്ത് വെക്കാൻ പോവുകയാണേ. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ പൊരിച്ച എണ്ണയിൽ കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ ബാക്കിയുള്ള എണ്ണയിൽ ഈ ചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ച് ഗ്രേവി ഉണ്ടാക്കാം. ഞാൻ 2 വലിയ ഉള്ളിയാണ് അരിഞ്ഞിട്ടുള്ളത്, ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളി ഒന്ന് നല്ലപോലെ വഴണ്ടി വരട്ടിട്ടോ, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് ഞാൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കുമ്പോൾ ഞാൻ അതിൻ്റെ കൂടെ പച്ചമുളകും ചേർത്തിട്ടാണ് മിക്സിയിൽ അരച്ചെടുത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് പച്ചമുളക് ഇടാത്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിതിൽ 1 വലിയ തക്കാളി അരിഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ വെന്ത് വഴണ്ട് വരട്ടെ. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മസാലകൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ഗരം മസാല. നമുക്കിനി ഇതിൽ 1/2 ടീസ്പൂണ് ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മസാലകളുടെ പച്ചമണമൊക്കെ മാറുന്നവരെ ഇളക്കി കൊടുക്കാം. മസാലകളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമ്മൾ ഈ ഇറച്ചി വേവിക്കുമ്പോൾ അതിൽ വന്ന വെള്ളമാണിത്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലേശം വേറെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അത് മാത്രമല്ല. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ ചാറ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിതിൽ ലേശം കരിയാപ്പല ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ലേശം മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. മല്ലിച്ചപ്പും കരിയാപ്പലയും ഒന്ന് വാടട്ടെ. നന്നായിട്ട് തിളച്ച് മസാലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പൊരിച്ച് വെച്ച ചിക്കൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മസാലയിൽ കിടന്നിട്ട് ഒന്ന് ചൂടാവട്ടെ നമ്മുടെ കോഴി. ഇനി ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിനി നമുക്കൊരു 5 മിനിറ്റ് തീ വെച്ച് ഇറച്ചിയുടെ ഉള്ളിലൊക്കെ ഈ മസാല വെള്ളം പിടിച്ച് ഒന്ന് ചൂടായി വരട്ടെ. അതുവരെ തീ കത്തിച്ചു കൊടുക്കാം. ചെറുതായിട്ട് കത്തിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അങ്ങനെ നമ്മുടെ ചിക്കൻ നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മസാലയൊക്കെ ഒന്ന് കുറുകി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. അയ്യോ, എന്താ മണം! അങ്ങനെ നമ്മുടെ ചിക്കൻ നിറച്ചത് റെഡി ആയിട്ടുണ്ട് മക്കളെ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഇതേപോലെ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ.